പോർച്ചുഗൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ റൊണാൾഡോ. പോർച്ചുഗൽ ബിഫോർ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ 75 വർഷമുണ്ട് പോർച്ചുഗലിൻ്റെ കരിയർ. ഞാൻ ഇതിനകത്ത് കണ്ടാണ് കറക്റ്റ് എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവർക്ക് ഒറ്റ ട്രോഫി പോലും ഇല്ല. പോർച്ചുഗൽ ആഫ്റ്റർ റൊണാൾഡോ എന്ന് പറയുന്നത് 3 ട്രോഫി ഉണ്ട് 22 വർഷത്തിനുള്ളിൽ. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു മികവ് എത്രത്തോളമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ആൾക്കാർ അല്ലെങ്കിൽ ഹെയ്റ്റേഴ്സ് ചോദിച്ചുകൊണ്ട് വരും, റൊണാൾഡോ എന്തോ ആണ് ഈ 3 കപ്പ് നേടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് 2016 യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3 ഗോളും 3 അസിസ്റ്റും. ഫൈനലിൽ പരിക്ക് പറ്റി, അത് ഒഴിച്ചു നിർത്തിയാൽ 3 ഗോളും 3 അസിസ്റ്റും ഉണ്ട്. പിന്നെ 2019 നേഷൻസ് ലീഗിൽ ആകപ്പാടെ പുള്ളി 2-3 കളിയെങ്ങാണ്ടോ കളിച്ചുള്ളൂ. അതിനകത്ത് ഒരു സെമി ഫൈനലിൽ പുള്ളി ഹാട്രിക് അടിച്ചു, ആർക്കെതിരെ? നെതർലൻഡ്സിനെതിരെ. അത് ഹാട്രിക്കിലാണ് ഫൈനലിലേക്ക് എത്തിയത്. പിന്നെ 2025 നേഷൻസ് ലീഗിൽ ടോപ്പ് സ്കോററാണ്, അതും ഈ 40ാമത്തെ വയസ്സിൽ. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിയുടെ പങ്ക്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതായത് പോർച്ചുഗൽ ബിഫോർ റൊണാൾഡോ ആൻഡ് ആഫ്റ്റർ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ദൂരമുണ്ട് അതിന്, അല്ലെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. അത് ഹേറ്റേഴ്സ് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക.